ഇ ഡിയും ഇടനിലക്കാരും. ഇ ഡിക്കാർ നേരിട്ട് അഴിമതിപ്പണം സ്വീകരിക്കത്തില്ല, കൈക്കൂലിപ്പണം സ്വീകരിക്കത്തില്ല. അത് ഏജന്റുമാർ വഴിയാണ്. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങൾ ഇന്നലെ ചെയ്ത ന്യൂസ് വീഡിയോയുടെ ഫോളോ അപ്പ് പോലെ ഇപ്പം എന്താണ്, കൊച്ചി ഇ ഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രധാന തസ്തികയിലിരിക്കുന്ന ഒരാൾ ഏജന്റുമാർ വഴി നടത്തിയ അഴിമതിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റമായിരിക്കാം ഇത്. വേറെ ഏതൊക്കെ ഇ ഡി ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷിച്ച് അറിയേണ്ടത്. ഇപ്പം എന്താണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്? ഈ കൊടകര ഹവാല പണ കേസ് ഒതുക്കിയത് ആരാണ്? ഇതേ മാന്യ വിദ്വാൻ ശേഖർ കുമാർ എന്ന ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഇടപെട്ടിട്ടാണ് ഈ കൊടകര ഹവാല പണക്കേസ് ചാക്കുകെട്ടുകളിൽ പണം കൊണ്ടുവന്ന് തൃശ്ശൂർ BJP ഓഫീസിലും അവിടെ ഇവിടെ എത്തിച്ച് ഇലക്ഷൻ കാലത്ത് ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ സർവവും അന്വേഷിച്ച് അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് അതിലുള്ള പങ്കും സുരേന്ദ്രന്റെ കൂടെയുള്ള BJP നേതാക്കൾക്ക് പലർക്കുള്ള പങ്കും സർവ്വ തെളിവുകളും കേരളത്തിലെ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീം അന്വേഷിച്ചിട്ട് കേന്ദ്ര ഇ ഡിക്ക് കൈമാറിയതാണല്ലോ. കൈമാറിയിട്ട് ഇ ഡി എന്തെങ്കിലും ചെയ്തോ? ഇ ഡി ആ കേസ് ഒതുക്കി കെ സുരേന്ദ്രനും BJP നേതാക്കൾക്കും ക്ലീൻ ചിറ്റ് കൊടുത്തല്ലോ. അത് പോലീസ്, കേരള പോലീസ് സർവ്വ വിവരങ്ങളും അന്വേഷിച്ച് സർവ്വ തെളിവും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ ഇ ഡിക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അവരാണല്ലോ കൈകാര്യം ചെയ്ത് കൊടുത്തിട്ട് എന്ത് നടപടി ഉണ്ടായി? നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, BJP നേതാക്കൾക്ക് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ക്ലീൻ ചിറ്റ് കൊടുത്ത ഇ ഡി അന്വേഷണത്തിന്റെ തലപ്പത്തിരുന്ന ആളാണ് ഇപ്പോൾ ഈ അഴിമതി കേസിൽ പെട്ടിരിക്കുന്ന ശേഖർ കുമാർ എന്ന് പറയുന്ന കൊച്ചിയിലെ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. ഇപ്പൊ ഇത് പുറത്തു വരാൻ കാര്യം എന്താണ്? പലതും ഒതുക്കി തീർത്തു. ഏജന്റുമാർ മുഖേന പലതും കോടികൾ കൈമാറിയിട്ട് പല കേസുകളും വ്യവസായികളുടെ ക്വാറി ഉടമകളുടെ ഉൾപ്പെടെ ഒതുക്കി തീർത്തു. ഒതുക്കി തീർത്തതുകൊണ്ട് പലരും രംഗത്ത് വരത്തില്ല, കേസ് പരാതി കൊടുക്കാൻ വരത്തില്ല. പക്ഷെ ഇപ്പോൾ ഒരാള് പരാതിയായിട്ട് രംഗത്ത് വന്നു, വിജിലൻസിൽ പരാതി കൊടുത്തിട്ട് അത് കയ്യോടെ പിടികൂടി, ഏജന്റിനെ പിടികൂടി. ഏജന്റിനെ പിടിച്ചപ്പോൾ ഏജന്റ് ഇ ഡി ഓഫീസിലെ ഏജന്റ് ആണെന്ന് മനസ്സിലായി. ഒരു ഏജന്റ് അല്ല, പല ഏജന്റുമാരുണ്ട്. അപ്പൊ ഏജന്റുമാരും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ഇത്രയും കാലത്തെ അഴിമതികൾ, കോടികളുടെ അഴിമതികൾ, അതിനെപ്പറ്റിയാണ് അന്വേഷിക്കേണ്ടത്. ആരന്വേഷിക്കും? കോഴിക്ക് കുറുക്കൻ കാവലെന്ന പോലെ ഇ ഡി ഡൽഹി ഓഫീസ്, കേന്ദ്ര ഓഫീസ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുമത്രേ ഈ കൊച്ചിയിലെ സംഭവങ്ങൾ വന്നപ്പോൾ. കൊച്ചിയേക്കാൾ വലിയ കൊച്ചികളാണ് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലിരിക്കുന്ന ഇ ഡി ഓഫീസുകൾ. കൊച്ചി അതിൽ ചെറിയൊരു കൊച്ചിയാണ്, കൊച്ചൊരു കൊച്ചിയാണ്. മറ്റേ വലിയ ഓഫീസുകൾ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന അഴിമതികളുടെ കണക്കുകൾ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും ഒരു പക്ഷേ അന്വേഷണത്തിലൂടെ പുറത്തു വന്നാൽ. അതാ ഞങ്ങൾ പറഞ്ഞ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. അപ്പൊ ഇ ഡി എന്താണ്? ഇ ഡി ഒന്നാമത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെയും ഒക്കെ ഒതുക്കാനുള്ള ഒരു ഏജൻസി രാഷ്ട്രീയമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ. പിന്നെ ഇവര് ചെയ്യുന്നത് എന്താണ്? ഇവര് സമൻസ് അയക്കുകയാണ് വ്യവസായികൾക്ക്, ബിസിനസ്സുകാർക്ക്, ക്വാറി ഉടമകൾക്ക് നിരന്തരം സമൻസ് അയക്കുക. ഒരിക്കലും ഹാജരാക്കാൻ കഴിയാത്ത രേഖകൾ ആവശ്യപ്പെട്ടാണ് സമൻസ് അയക്കുന്നത്. ഈ സമൻസ് അയക്കൽ പരിപാടിയാണല്ലോ നടക്കുന്നത്. അതിൽ തോറ്റുപോയത് തോമസ് ഐസക്കിന്റെ അടുത്താണ്. മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ പേരിൽ പല സമൻസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല. കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങി. അവസാനം ഒരു തെളിവും തോമസ് ഐസക്കിന് എതിരെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വന്നപ്പോൾ കോടതി എടുത്തത് ഡസ്റ്റ്ബിനിൽ ചവറ്റുകൊട്ടയിൽ കളഞ്ഞത് നമുക്കറിയാം. അതേപോലെ മറ്റു കേസുകൾ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എവിടെങ്കിലും ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ചെയ്യുന്ന പൈസ പിടുങ്ങുന്ന എങ്ങനെയാണ്? ഇ ഡി ഉദ്യോഗസ്ഥര് ഒരു വലിയ റാക്കറ്റാണ്. അതായത് ബിസിനസ്സുകാരെ പിടിക്കും, വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു, ഈ പണത്തിന്റെ ഉറവിടം എവിടെ, വിദേശത്തുനിന്ന് വന്നോ ഇല്ലയോ എന്താ എന്ന് പറഞ്ഞ് സമൻസ് നിരന്തരം അയക്കുക. 3 സമൻസ് അയക്കുമ്പോൾ ഹാജരാകേണ്ടി വരും കൊച്ചിയിലെ ഓഫീസിൽ. അപ്പൊ ചോദ്യം ചെയ്യലും, മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലും, പീഡിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് അതങ്ങനെ കുറെ നാൾ പോകുമ്പോൾ ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഏജന്റുമാർ പ്രത്യക്ഷപ്പെടും. ഇ ഡി ഏജന്റുമാര്
അതായത് ഇടനിലക്കാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഈ ഈ അന്വേഷണത്തിന് വിളിക്കപ്പെട്ട ബിസിനസ്സുകാരോടോ മറ്റ് വ്യക്തികളോടോ അല്ലെ സ്ഥാപനങ്ങളോടോ പറയും കേസ് ഒതുക്കി തീർക്കാൻ ഇത് വേണം. അതെന്തിനാണ്? അത് ED ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനാണ്. ഏത്? ശേഖർ കുമാറിനെ പോലുള്ളവർക്ക്. അപ്പൊ അങ്ങനെ എത്ര ഡീലുകൾ കേരളത്തിൽ നടന്നു എന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. ഈ ഡീലുകളിൽ പലരും ഈ ഡീലിൽ പൈസ കൊടുത്ത് കേസ് ഒതുക്കിയ പലരും ED കേസ് ഒതുക്കിയ പലരും രംഗത്ത് വരില്ല. പല വ്യവസായികളും ബിസിനസ്സുകാരും വരില്ല. കാരണം ഒതുക്കി തീർത്തില്ല, ഇനി നാണക്കേടിനില്ല. പക്ഷെ ഇപ്പോൾ ഒരാൾ രംഗത്ത് വന്നപ്പോൾ അതിന് പിന്നാലെ വേറെ ചിലരും ആത്മാഭിമാനമുള്ള ചിലരും പരാതികൾ തരാൻ കേരള വിജിലൻസ് പോലീസിന് പരാതി നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ED ഇത്തിരി പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ EDക്ക് പേടി കുടുങ്ങി. ED എന്ന് പറയുന്ന കൊച്ചിയിലെ ED ഓഫീസ്, കേരളത്തിലെ പ്രധാന ഓഫീസ് കൊച്ചിയിലാണല്ലോ, അതൊരു അഴിമതി കൂടാരമാണെന്ന് വർഷങ്ങളായിട്ട് ഇപ്പൊ ജനങ്ങൾ പുറത്തറിയേണ്ടി വരുന്ന അവസ്ഥ വന്നു. ഇത്രയും അഴിമതി നിറഞ്ഞ ഒരു സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്നു. ഇതേ പിണറായി സർക്കാരിന് ഒരു നല്ല സമയമാണിത്. ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യമാവുമല്ലോ, പിണറായി സർക്കാരിന്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ED കേസിൽ പെടുത്താൻ വേണ്ടി കളിച്ച കളികൾ, ഈ ശേഖർ കപൂർ ഉൾപ്പെടെയുള്ള ഈ ED ഉദ്യോഗസ്ഥർ കളിച്ച കളികൾ, ഇതെല്ലാം പുറത്തു വരണം. കേരള പോലീസിലെ വിജിലൻസ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവിടണം. സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കണം. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് EDക്ക് കൊടുക്കട്ടെ ഈ തെളിവുകൾ. നടപടിയെടുക്കുമോ നരേന്ദ്രമോദി സർക്കാർ? എവിടെ? പക്ഷെ ഒരു ഗുണം ഇതുകൊണ്ടുണ്ട്, ഇത് പരസ്യമാക്കണം. ഈ അന്വേഷണ റിപ്പോർട്ട് പരസ്യമാക്കണം. ആക്കിയിട്ട് ജനങ്ങൾ അറിയണം ED എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജനങ്ങൾ അറിയണം. ഇത്രയും ജനദ്രോഹകരമായ ഒരു സ്ഥാപനമായിട്ടാണോ ED പ്രവർത്തിക്കുന്നത്? കിഫ്ബിയെ മുക്കിക്കൊല്ലാൻ നോക്കി ED. കിഫ്ബി ഫണ്ടിങ്ങിനെ പറ്റി തോമസ് ഐസക്കിനെ വിളിച്ച കേസ് ഉൾപ്പെടെ. സംസ്ഥാന വികസനത്തിന്റെ ഏറ്റവും വലിയ ചാലക ശക്തിയാണ്, ഗ്രോത്ത് എഞ്ചിനാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ 85,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇതിനകം ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് പൂർത്തിയായത്. അപ്പൊ ഇതെല്ലാം അന്വേഷിക്കപ്പെടണം, ഇതെല്ലാം പുറത്തു വരണം. കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് കേന്ദ്രം നടപടിയെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഈ ഇലക്ഷൻ വർഷത്തിൽ 1 വർഷം കൂടിയേ ഉള്ളൂ അസംബ്ലി തിരഞ്ഞെടുപ്പിന്. ജനങ്ങൾ ഇതറിയണം, ED എന്താണെന്ന് അറിയണം. ഇവിടുത്തെ മാപ്രകൾ EDക്ക് കുഴലൂതിയതും ഇവിടുത്തെ ജനങ്ങൾ അറിയണം. എന്തായിരുന്നു പുകിൽ? ഐസക്കിന്റെ കേസ് വന്നപ്പോൾ, കിഫ്ബി കേസ് വന്നപ്പോൾ, സ്വർണ്ണക്കടത്ത് നയതന്ത്ര ചാനൽ വഴി കടത്തിയ കേസ് വന്നപ്പോൾ, സ്വപ്ന സുരേഷ് ശിവശങ്കർ പ്രശ്നങ്ങൾ, മാപ്രകൾ എന്തൊക്കെയാണ് മെനഞ്ഞത്? ഈ മാപ്രകൾ ഇപ്പോൾ ഒരു വിചിന്തനത്തിന് തയ്യാറുണ്ടോ? ഈ മാപ്രകൾ അന്ന് വെണ്ടയ്ക്ക നിരത്തിയ മാപ്രകൾ, പത്രങ്ങളും ചാനലുകളും ഓൺലൈനും ഒക്കെ, അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ ഒരു മീഡിയയാണ്, ഒരു യൂട്യൂബ് ചാനലാണ്, ചോദിക്കട്ടെ, നിങ്ങൾ നിരത്തിയ വെണ്ടയ്ക്കായിക്ക് എവിടെങ്കിലും ആ വെണ്ടയ്ക്ക മുഴുവൻ അളിഞ്ഞു പോയതല്ലാതെ, ഉണങ്ങിപ്പോയതല്ലാതെ എന്തെങ്കിലും സത്യം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു? നിങ്ങളെങ്ങനെയാ വാർത്ത കൊടുത്തത്? ഇവിടുത്തെ മാപ്രകൾക്ക് ഈ ED ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം, ഏജന്റുമാരുമായിട്ടുള്ള ബന്ധം, ഓരോ തവണയും കാര്യങ്ങൾ ചോർത്തി മാധ്യമങ്ങളിൽ വരുത്തുക. ഒരു ഉദാഹരണം പറയാം. TM തോമസ് ഐസക്കിന് സമൻസ് അയക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അത് ഒരു ചാനലിൽ ചർച്ചയായി. സമൻസ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് തോമസ് ഐസക്കിന് കിട്ടുന്നത്. ഈ തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നു എന്ന് ഈ മാധ്യമ സ്ഥാപനം എങ്ങനെയാ അറിഞ്ഞത്? അത് ED ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ലേ? അതാരാണ് വിളിച്ചു പറയുക? ED ഓഫീസിലെ കാര്യങ്ങൾ അറിയാവുന്ന ആ ഉദ്യോഗസ്ഥരോ ഏജന്റുമാരോ, ഇടനിലക്കാരുള്ള ഏജന്റുമാരോ, പിന്നെ മാപ്രകളുള്ള അവിശുദ്ധ ബന്ധം. അപ്പൊ ഐസക്ക് കോടതിയിൽ പറഞ്ഞല്ലോ, എനിക്ക് സമൻസ് കിട്ടുന്നതിന് 2 ദിവസം മുമ്പേ ഇത് വാർത്തയാവുന്നത് എങ്ങനെയാണ്? സമൻസ് പിന്നാ കിട്ടുന്നത്. ഒരു ചാനലിൽ എന്താ ചർച്ച, അന്തിചർച്ചയാവുന്നു. അപ്പൊ ഇതാര് ചോർത്തിക്കൊടുത്തു? കാര്യങ്ങൾ വ്യക്തമായില്ലേ? ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ഇതേപോലെ വ്യക്തമായ കാരണങ്ങളില്ലാതെ സമൻസ് അയച്ചിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന, ഇവിടുത്തെ വ്യവസായികളെയും രാഷ്ട്രീയക്കാരെയും എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചട്ടുകം മാത്രമായിട്ട് ED അധപ്പതിച്ചു. ചട്ടുകം മാത്രമല്ല, വൻ അഴിമതി.
ഒരുപക്ഷെ കോടികളുടെ അഴിമതിയാണ് ഇന്ത്യയിലെ ഇ ഡി ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ട് ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ചരിത്രം എടുത്താൽ 10 കൊല്ലത്തെ ചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമല്ലേ. അപ്പോൾ അവർ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി പണിയെടുക്കേണ്ടുന്ന ഉദ്യോഗസ്ഥരല്ലേ ഇ ഡി ഉദ്യോഗസ്ഥർ. അവര് അതും പാലിക്കാതെ അഴിമതി മാത്രം നടത്തിയിട്ട് കോടികൾ സമ്പാദിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇ ഡി, ഒരു കേന്ദ്ര ഏജൻസി മാറിയാൽ അത് പുറത്തു വരേണ്ട കാര്യമല്ലേ. കൂടുതൽ സംഭവങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.